അക്രമ രാഷ്ട്രീയത്തിന് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് വൺ സൈഡായിട്ട്, അതായത് CPM-ന്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ, ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. യാതൊരു പ്രകോപനവും ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ പോലീസിൻ്റെ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മാർച്ച്. ശക്തമായി പ്രതികരിക്കും. ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഇടതുപക്ഷത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രതിഷേധമായിരിക്കുന്നു ഇവിടെ നടക്കുക. ഭാരതത്തിൽ ഇതിനു മുന്നും ഇതിനേക്കാൾ ക്രൂരമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അന്ന് പ്രതികരിക്കാത്ത ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് BJP-യുടെ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചതിനും അതിനെതിരെ CPM-ന്റെ ഗുണ്ടാവിളയാട്ടത്തിനെതിരെ പ്രതികരിച്ചതിനെതിരെയാണ് ഇന്നലെ ജില്ലാ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിമാരെയും മറ്റു പ്രവർത്തകരെയും അതിക്രൂരമായി പോലീസും CPM-ന്റെ ഗുണ്ടകളും ആക്രമിച്ചിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണെന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ആശയം കൊണ്ട് ഞങ്ങളെ നേരിടാൻ പറ്റില്ല, ഞങ്ങളെ നയങ്ങളെ കൊണ്ട് ഞങ്ങളെ നേരിടാൻ പറ്റില്ല, ഞങ്ങളുടെ വികസന പ്രവർത്തനം കൊണ്ട് ഞങ്ങളെ നേരിടാൻ പറ്റില്ല. ഞങ്ങളെ നേരിടാൻ പറ്റുക ഇങ്ങനെയുള്ള ഊച്ചാളി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നുണകൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടൊന്നും ഞങ്ങൾ തളരാൻ പോണില്ല. ഞങ്ങൾ ഇത് എവിടെ വേണമെങ്കിലും നേരിടും. അതിനാണ് ഞങ്ങൾ ഈ തെരുവിൽ ഇറങ്ങി നിൽക്കുന്നത്. ഞങ്ങൾ മഹിളാ പ്രവർത്തകരാണ് ഏറ്റവും കൂടുതലായിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന് മുന്നിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ നേരിടുന്നത്. ഞങ്ങളത് നേരിടുക തന്നെയും. അതുതന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത്? കോൺഗ്രസ്സുകാരുടെ വൈഫ്മാരോട് ചോദിക്കാൻ മതി. അവരെല്ലാം വോട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും BJP-ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ആ വോട്ട് മുഴുവൻ ഇങ്ങോട്ട് പോകുന്നില്ലേ? പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ഓക്കെ 2 സ്ഥലത്ത് വോട്ട് ചെയ്യുകയാണെങ്കിലാണ് കള്ള വോട്ട്. ഇവിടെ ഒരാൾ വോട്ട് ചെയ്തു, നമുക്ക് വോട്ടവകാശം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് കരട് വോട്ടർ പട്ടിക തന്നതല്ലേ? അപ്പം നോക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? അതുവരെ നോക്കിയിരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ വന്നിട്ടാണ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വോട്ടർ പട്ടിക ഇന്ന് കിട്ടിയാണോ? ഇന്നലെ അല്ലല്ലോ വോട്ടർ പട്ടിക കൊടുത്തിട്ട് ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ചതും ചെരുപ്പുമാല തൂക്കിയതും ആക്രമിച്ചതൊക്കെ കൊഞ്ഞനം കുത്തിയിട്ട് കാണിക്കുന്ന പരിപാടിയില്ലേ? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം മുട്ടാന്ന് പറയണത് അത് തന്നെയാണ് ഈ പരിപാടി. ആദ്യം പറഞ്ഞ പൂരം കലക്കിയിട്ടാണെന്ന് അല്ലേ? പിന്നെ പറഞ്ഞു സ്വർണ്ണക്കിരീടം കൊടുത്തു. ആദ്യം പറഞ്ഞ സ്വർണ്ണക്കിരീടം കൊടുത്തിട്ടാണ്, പിന്നെ പറഞ്ഞു പൂരം കലക്കിയിട്ടാണ്. പിന്നെ സിനിമാ നടനായതുകൊണ്ട് ജയിച്ചാ പറഞ്ഞു. അപ്പൊ ഈ കരച്ചില് ഒരു കൊല്ലായില്ലേ? ഒന്ന് കരച്ചില് നിർത്തിക്കൂടെ സുനിൽകുമാറിനെ? അദ്ദേഹം കരഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. അതേ സംഭവിക്കാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. കാരണം ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം 100% ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഏത് വിധത്തിൽ വേണമെങ്കിലും ഞങ്ങളെ നേരിടാം. നിയമപരമായിട്ടാണോ എങ്ങനെ വേണമെങ്കിൽ നേരിടാം. ഞങ്ങൾക്ക് മറുപടി പറയാൻ അറിയാം. ഞങ്ങൾ നേർവഴിക്ക് പോണ ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടന്മാരൊന്നും അല്ലല്ലോ. കാരണം ഈ വരാനിരിക്കുന്ന ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതെന്തായാലും നമ്മളെ ഇതൊന്നും തകർക്കാൻ പോകുന്നില്ല. കൂടുതൽ മുന്നേറ്റം ഇനിയായാലും ഉണ്ടാവും. ഇനി ഓരോ നിമിഷവും അവർക്ക് പേടിയാണ്. അവർക്ക് പേടി കൊണ്ടാണ് അവർ പല രീതിയിലും പ്രതിഷേധിക്കുന്നതും പല രീതിയിലും അവർ ചർച്ചകളിലൂടെ ആയാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കോർപ്പറേഷനിൽ ഉൾപ്പെടെ വിജയിക്കുമോ, BJP വിജയിക്കുമോ എന്നുള്ളൊരു പേടിയും, അതുപോലെ തന്നെ ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതാണ്. അതെ. ഇനി ഈ കോർപ്പറേഷൻ മാത്രമല്ല, ഇനിയിപ്പോൾ വാർഡ് തല പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാണ്. ഓരോ ചെറുതിൽ നിന്നോട്ട് ഏറ്റവും വലിയതിലേക്ക് എത്താൻ പോവാണ് നമ്മൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതിൻ്റെ ഒരു പേടിയുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നത്.